നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ ഈ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാറ്ററിംഗ് യൂണിറ്റിലെ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കുറ്റങ്ങൾ കുറേ നോക്കി ചെയ്ത് ഒരു പരീക്ഷ നടത്തിക്കൂടെ എന്ന് ഒരു സംശയം തോന്നാകിയില്ല. ഇത് പറയുമ്പോൾ കാലടി, നിങ്ങൾക്കറിയാം, എറണാകുളം ജില്ലയിലെ കാലടി ഭാഗത്ത് ഒരു നമ്പൂരി പണ്ട് ഹോട്ടൽ നടത്തി, കാലടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, അത് ഇല്ലെന്നല്ല. അദ്ദേഹം ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കും, എന്നിട്ട് സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലോ എന്നല്ല. അപ്പോൾ അതുപോലെയാണ് അതിനെക്കുറിച്ച് ബഹുമാന്യരായ കോടികൾ ചെലവ് ചെയ്ത് കല്യാണം നടത്തുന്ന വീട്ടുകാരും അതിൻ്റെ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മറ്റൊന്ന്, ആയുധം കൊണ്ടു നടക്കുന്നത് ഭീരുത്വമല്ലെങ്കിലും അത് ഭയത്തിൻ്റെ ലക്ഷണമാണെന്ന് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞിട്ട് കേൾക്കണം. ആയുധം കൊണ്ടു നടക്കുന്നത് ഭീരുത്വമല്ല, പക്ഷേ ഭയത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ശരിയാണ്. അതുപോലെ ഇറാൻ അണുബോംബ് കണ്ടുപിടിച്ചാൽ ഇസ്രായേലിനും ഭാവി തലമുറക്കും പിന്നെ യഹൂദർക്കും ഭാരമാണ്, ലോകത്തിൻ്റെ ഭാരമാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം അവർക്ക് ചെയ്യുന്ന പ്രവൃത്തി എന്തോ പബ്ലിക്കിന് ഇഷ്ടപ്പെടാത്തതാണ് എന്ന് അവർ തന്നെ പറയാല്ലേ. തന്നെയുമല്ല, ലണ്ടൻ പട്ടണത്തിൽ 4 ലിറ്റർ സൈനൈഡ് 7 പൂട്ടിനുള്ളിൽ വച്ചിരുന്നു. ആ 4 ലിറ്റർ സൈനൈഡ് ഉണ്ടെങ്കിൽ ലണ്ടൻ പട്ടണത്തിലെ 80 ലക്ഷത്തിലും വരുന്ന ആൾക്കാർ പകുതി പേരും കൊല്ലാതെ മതി. പക്ഷെ ആ 7 പൂട്ട് പൊളിച്ച് കള്ളന്ന് കൂട്ടുകയും, അതിനർത്ഥം എത്ര പൂട്ടിട്ട് പൂടിയാലും മനുഷ്യൻ വിചാരിച്ചാൽ, മനുഷ്യ നിർമ്മിതമാണ് എങ്കിൽ അതുപോലെ മനുഷ്യൻ നിർമ്മിച്ചാൽ അതിന് നശിപ്പിക്കാൻ കൊണ്ടുപോകാനും പറ്റും. ഇത് പറയാൻ കാരണം, ഇന്ന് ഭൂമിയിൽ സുരക്ഷിതമായ ഒരു സ്ഥലമില്ലെന്ന് അവസാനം പറഞ്ഞതാണ്. ഇസ്രായേലിനകത്ത് ആർക്കും വരാൻ പറ്റില്ല, ഒരു വീഴ്ച പോലും കിടക്കില്ല, സുരക്ഷിതമാണ് എന്ന് വീമ്പളിക്കുന്ന ആ ഇസ്രായേൽ പോലും കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു സ്ഥലത്തും ഇന്ന് ലോകത്ത് സുരക്ഷിതമായ സ്ഥലമില്ല. അത് ആമുഖമായിട്ട് വന്നുള്ളൂ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഞങ്ങൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ശാസ്ത്രീയ കൂട്ടായ്മയാണ്, തത്വജ്ഞാനപരമായി സപ്പോർട്ട് ചെയ്യും, ഒരു കാര്യമില്ല. പ്രത്യേക ഇന്ത്യക്കാരെ നമുക്ക് അന്ധമായിട്ട് തന്നെ അല്ല, അത് സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മൊത്തത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്, ഈ ലേറ്റസ്റ്റ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തു. അതിൽ കവിഞ്ഞ് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ ഒന്നും സപ്പോർട്ട് ചെയ്ത കാര്യമില്ല. പക്ഷേ ഒരു നീതിയില്ല ഇവിടെ. ആ നീതി എന്താണ്? എല്ലാവർക്കും തുല്യനീതി, സോഷ്യൽ ജസ്റ്റിസ്. അത് വെച്ച് നോക്കുമ്പോൾ അണുബോംബ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഉച്ചകോടി രാജ്യങ്ങളുടെ 7 എൻ്റെ 5 ബാക്കി ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടാക്കുന്നത് ഒക്കെയല്ലാണ്ടത്. അവിടെ ഉണ്ടാക്കിയ ബോംബിനൊന്നും ഒരു കുഴപ്പമില്ല, അത് ശരിയാണ്. പക്ഷേ ഇറാൻ ഉണ്ടാക്കിയാൽ അത് കുഴപ്പമാണെന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. അല്ല, നമ്മൾ അന്ധമായി ഇസ്രായേൽ വിരോധികളല്ല, അന്ധമായിട്ട് ഇറാൻ അനുകൂലികളുമല്ല. നല്ല ആര് ചെയ്താൽ നല്ലതിന്. പക്ഷേ ഇസ്രായേലിൻ്റെ രൂപീകരണം മുതലെടുത്താൽ അവർ ചതിയന്മാരും വഞ്ചകരുമാണ്, കുതന്ത്രത്തിൻ്റെ ഉടമയാണ്. അത് കണ്ടാണ് അമേരിക്കൻ പലരും പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ കുതന്ത്രത്തിൻ്റെയും വഞ്ചനയായത്? അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. അവർ 100 കോടിയോളം വരുന്ന മുസ്ലിം സമുദായങ്ങളും രാഷ്ട്രങ്ങളും മൊത്തം പറഞ്ഞ് ജീവിക്കാൻ പോലും അനുവദിക്കില്ല ഇസ്രായേലിൽ. ഇസ്രായേലിൻ്റെ രാജ്യം ഭൂമുഖത്തുണ്ടാവില്ല. ആ 2 വാക്കും ശരിയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇറാനൊക്കെ കുറച്ചുകൂടി മിതത്വം പാലിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി സാമൂഹ്യമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പം ഇറാൻ ഒമേനിക്ക് എന്താണ്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ആ കുഞ്ഞു മക്കൾ മരിച്ചവിടെ ചെന്നപ്പോഴേ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ എന്തിനാണ് ഞങ്ങളെ അവർ കൊന്നത്? ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരം സർവശക്തനായ അള്ളാഹുവിന് കൊടുക്കേണ്ടി വരും. ഒരു മതവിശ്വാസിയാണെങ്കിൽ, ഈശ്വരവിശ്വാസിയാണെങ്കിൽ, അല്ലാത്തവരല്ല. ആ നിലയ്ക്ക് ഇന്ന് അതുപോലെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്നറിയില്ലത്. ഇറാൻ ആണെങ്കിലും ആരാണെങ്കിലും അത് നിമിത്തമായി ഇന്നിപ്പോൾ ഇസ്രായേൽ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേലിൽ
ഈച്ചോലും കൊടുക്കില്ലാത്ത ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ട് കത്തി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ തകർന്നാലും അത് ഇറാൻ തകർന്നാലും അവിടെ സാധാരണക്കാർക്കാണ് പരിക്ക് പറ്റുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള ബിൽഡിംഗ് തകർന്നതാണ് എത്ര കോടി രൂപയുടെ നഷ്ടം വരുന്നത്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും? ഇന്ധനം കത്തിപ്പോവാണ്. എത്രത്തെ വിമാനങ്ങൾ 1600 2000 കോടിയൊക്കെ വിലയുള്ള വിമാനങ്ങൾ തുമ്പും എന്നിട്ട് പടക്കം പൊട്ടികൾ പിടിച്ചതാണ് 2 സ്ഥലത്തും. അതുകൊണ്ട് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും മനുഷ്യ സ്നേഹിയായ മനുഷ്യരും നേതാക്കളോ രാഷ്ട്ര തലവന്മാരോ ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ യുദ്ധത്തിന് ഒരു പരിഹാരം കാണേണ്ടി വരുന്നു. പക്ഷെ ഇന്ന് ആരുമില്ല, ലക്ഷ്യം കണ്ടിട്ട് ആരുമില്ല. ഇത്രയും നീചമായി പ്രവൃത്തി ചെയ്തിട്ട് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കരുതി വിട്ട് കൊന്നിട്ട് അതിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മാനസാന്തരപ്പെട്ട് ഒരു പരിഹാരം കാണുന്ന ലോകത്ത് ആരുമില്ലല്ലോ. അവർക്ക് സാധിക്കുന്നില്ല. ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അറിയാം, ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എങ്ങനെ ഭാഗം ഇറാനിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇറാഖ് യുദ്ധം ഏതാണ്ട് ഒരു 10 വർഷക്കാലം യുദ്ധം നടത്തി ഇറാഖിൻ്റെ സാമ്പത്തികമെല്ലാം തകർന്ന് അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴേ അന്ന് അമേരിക്കയുടെ ഇറാഖിലെ അംബാസിഡർ ഒരു വനിതയാണ്. ഞാൻ ആ കൊല്ലം പെരുമ്പാവൂർ മീറ്റിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ആ വനിതായ സദ്ദാമിനോട് പറഞ്ഞ്, സദ്ദാംജി നിങ്ങൾ യുദ്ധം ചെയ്ത് ആകെ തകർന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഈ കുവൈത്തിലേക്ക് കയറി. കുവൈത്ത് സമ്പന്നമാണ്, അന്നും അതെ ഇന്നും അതെ. കുവൈത്തിലേക്ക് കയറി. അങ്ങനെ കുവൈത്തിലേക്ക് ഇങ്ങനെ പഴയ സദ്ദാമിൻ്റെ സ്കഡും അതിന് തകർക്കാനുള്ള പാട്രിയോട്ട് മിസൈലൊക്കെ പറഞ്ഞില്ലേ, ആ സദ്ദാമിൻ്റെ സ്കഡ് വീണതിൻ്റെ പേരുമായിട്ട് പാട്രിയോട്ട് മിസൈൽ അമേരിക്ക ഇസ്രായേലിൽ കൊണ്ട് ഇറക്കി തീർത്ത്. നമ്മൾ കാറ് വാങ്ങിച്ചതോ ഓടിക്കാൻ പെട്രോൾ കൊടുക്കും പോലെ, അല്ലെങ്കിൽ ഡ്രൈവർക്ക് കൊടുക്കും പോലെ, അത് കാശ് ചോദിച്ചു ഇസ്രായേൽ അമേരിക്ക കൊടുത്തില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഒരാൾ നമ്മൾ നശിപ്പിക്കുമ്പോൾ നാം എന്ത് നേടുന്നുള്ളൂ. അങ്ങനെ സദ്ദാമിൻ്റെ സ്കഡ് പോയി സഞ്ചരിക്കുന്ന മിസൈലാണിത്, ലോറിയിൽ വെച്ചുകൊണ്ട് പോയി ആ പാടത്ത് വീണ് 2 മുടി ഞാറ് കരഞ്ഞു പോയപ്പോയി. ഞാറഞ്ഞാൽ ഈ കൃഷി ചെടി അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന് അകത്ത് കണ്ടുകൊണ്ട് അമേരിക്ക അവസാനം പാട്രിയോട്ട് മിസൈൽ കൊണ്ടുപോയി ഇറക്കി കൊടുത്തു. അതുപോലെ സദ്ദാം ഹുസൈൻ്റെ 1000കണക്കിന് പട്ടാള വാഹന വ്യൂഹം കുവൈത്തിലേക്ക് പോവുകയാണ്. ഇത് അമേരിക്കയുടെ ചാര ഉപഗ്രഹം മുഖേന സൗദി അറേബ്യയിലെ ഭരണാധികാരികളുടെ കടയിലേക്ക് കാണിക്കുകയാണ്. കണ്ടോ, ഇന്ന് സദ്ദാം ഇറാഖിനെ ആക്രമിച്ചത്. പക്ഷെ അവിടെ ഒരു സാധനമില്ല, അങ്ങനെ ഭീകരമായ ഒരു ഉപകരണമോ ബോധമൊന്നുമില്ല, നശിപ്പിച്ചല്ലേ. 10 ലക്ഷത്തോളം ആൾക്കാരെ കൊന്നു എന്നല്ലാതെ ഒരു നേട്ടം അമേരിക്ക ഉണ്ടായില്ല, ഇറാഖ് നശിപ്പിക്കുകയും ചെയ്ത്. അങ്ങനത്തെ വക്രബുദ്ധിയുള്ള ഒരു രാജ്യമാണ്, രാഷ്ട്ര തലവന്മാരാണ് ഇസ്രായേലിലെ യഹൂദി നേതാക്കൾ. ഇത് ഇവിടുത്തെ സംഖ്യകൾക്ക് ക്രിസ്സംഖ്യകൾക്കൊന്നും മനസ്സിലാക്കുന്ന ആവശ്യമാണ്. ഇന്നിപ്പോൾ ഒരു ക്രിസ്സംഖ്യയുടെ ഒരു പെണ്ണ്, എനിക്ക് പറയാൻ പറ്റില്ല, പേര് പോലും മനസ്സിലാവും, വൃത്തിയുടെ പക്കത്തെറി പറയുന്ന ചാനലിൽ കൂടെ ഇത് വേറൊരുത്തമെന്ന് പറഞ്ഞു. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിൽ വെറും പ്രചരണമാണ് പ്രതി കേരളത്തിൽ. അവനെ ക്രിസ്സംഖ്യയാണ് അവനൊക്കെ. ഇവിടെ ലോകം മുഴുവൻ കാണിക്കാണ് ഇസ്രായേലിൽ കത്തി തകർന്നുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും കുറേ ദിവസമായിട്ട്. അവരൊന്നും സമ്മതിക്കുന്നില്ല. അവനാരും ഇല്ലാത്തടത്ത് എടുത്ത് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് നമുക്കിപ്പോൾ അന്ധമായിട്ട് ഇസ്രായേൽ നശിക്കുന്ന നമുക്ക് താല്പര്യമില്ല, ഇറാൻ നശിക്കുന്ന താല്പര്യമില്ല. ഏത് മക്കളെ ആക്രമിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ മനുഷ്യ സ്നേഹിയാണ്, സർവ്വസ്നേഹിയാണ്, എല്ലാത്തിനും സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്. മനുഷ്യ മാത്രമല്ല, ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുന്ന കൂടി സർവ്വസ്നേഹി പട്ടം നൽകി ആദരിച്ച ഒരു വ്യക്തി കൂടി ഞാൻ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. പക്ഷേ നീതിയില്ലാത്ത തുല്യമാണ്. അവിടെയാണ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസം, ഞങ്ങളും മറ്റും തമ്മിൽ വ്യത്യാസം. നമ്മൾ എന്തുകൊണ്ടാണ് ചില സമയത്ത് ഈ സവർണ വിഭാഗത്തെ എതിർക്കേണ്ടത്? അവർ പോളിസി, അവർ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ മനുസ്മൃതിപരം പറയുന്നതെന്ന് വെച്ചാൽ ബ്രാഹ്മൺ മുതൽ ക്ഷത്രിയ മുതൽ വൈശ്യരുടെ ദാസ്യപ്പണി ചെയ്യാനാണ് ശൂദ്രന്മാർ നായർക്കുള്ള ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്ന മനുസ്മൃതി പറയുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നായരോട് അങ്ങനെ അവരെ ഒറ്റപ്പെടുത്താൻ പറ്റുമോ? അവർ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളും സഹോദരങ്ങളില്ലേ. അങ്ങനെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ എതിര് പറയുന്നല്ലാതെ അല്ലാതെ മൊത്തത്തിൽ സവർണ വിഭാഗത്തോടും ആരോടും ഞങ്ങൾ എതിരില്ല. അപ്പോൾ ഇസ്രായേലിൽ അപകടത്തുണ്ടായാലും അത് ഇറാനിലുണ്ടായാലും അത് കഷ്ടപ്പാട് തന്നെയാണ്.
ദയവ് ചെയ്ത് ലോകം ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ലോകത്തിന് ഒരു മാനസാന്തരമോ ഒരു കുറ്റബോധമോ ഇസ്രായേലിന് ഇത്രയും കുഞ്ഞു മക്കളുടെ റോസാപ്പൂ പോലെയുള്ള ശബ്ദങ്ങൾ കാണാറില്ല. ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആയിരക്കണക്കാണ് 10,000-15,000-20,000 കൊച്ചുകുട്ടികൾ, അതുപോലെ സ്ത്രീകൾ, അങ്ങനെ 1,00,000-ഓളം പേര് വെച്ച മരിച്ചുകൊണ്ട് 2-3 ലക്ഷം പരിക്കുവാണ്. എല്ലാം തകർത്ത് കളഞ്ഞ് ഗസയെ. ഇനി ആർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേലിനും തകർത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ബുദ്ധിയാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കണ്ണീർ തന്നെയാണ്, ദുഃഖം തന്നെയാണ്. അതായത് ഒരു ദളിത് സ്ത്രീയുടെ മകൻ ഭരിച്ചപ്പോൾ കരഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു അതെന്തിനാ കരയണേ, അത് സാരമില്ല എന്ന് പറഞ്ഞു. രാജാവിൻ്റെ മകൻ മരിച്ചപ്പോൾ കരഞ്ഞപ്പോൾ ഈ ദളിത് സ്ത്രീ ചോദിച്ചു എന്താ രാജാവ് അങ്ങനെ പറഞ്ഞത്? എടി അത് നിൻ പുള്ള, ഇത് എൻ പുള്ള, നിൻ പുള്ള മരിക്കുന്നത് എനിക്ക് എന്താ ദുഃഖം, പക്ഷെ എൻ പുള്ള മരിക്കുന്ന ദുഃഖമുണ്ട് പോലെ. ഇത്രയും കാലം ഗസയിൽ 10,000-10,000 കുഞ്ഞു മക്കളുൾപ്പെടെ കരുതി കുട്ടി കൊന്നിട്ട് ബിൽഡിംഗ് നശിപ്പിച്ചിട്ട് അന്നൊന്നും കരയാത്ത ഇസ്രായേലിലെ വനിതകളും കുട്ടികൾക്ക് കണ്ണ് കരയാണ്, യാചിക്കാണ് ഇറാനോട് യുദ്ധം നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും അറിയട്ടെ, മനസ്സിലായില്ലേ? എല്ലാവരും അറിയട്ടെ ദുഃഖം എന്താണെന്നുള്ളത്. അതല്ലേ എൻ്റെ ശരി, എങ്കിലേ ലോകമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരെയും എതിർക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ലോകം ഇന്നൊരു നശീകരണത്തിന് വക്കത്താണ്. അതിൽ ഏക കാരണം അമേരിക്കയാണെന്ന് തന്നെ വേണം. മറ്റൊരു കാരണം ഈ വീറ്റോ പവർ കൊടുക്കുന്നതാണ് 6-5 രാഷ്ട്രങ്ങൾക്ക്. ഇതൊക്കെ 1 by 1 എടുത്തത്. മറ്റൊരു കാരണം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ സൃഷ്ടി തന്നെ തട്ടിപ്പിൽ കൂടിയാണ്, പഞ്ചയിൽ കൂടിയാണ്. അവിടെ അവർക്ക് പല നേട്ടം കൊടുക്കാതെ വെച്ചാണ് ബ്രിട്ടനെ ഒപ്പിടിയിച്ചത്. അവസരം വാക്ക് മാറിയില്ലേ? അതായത് എന്തെങ്കിലും പറഞ്ഞില്ല, ഒട്ടകത്തിന് അവസരം കൊടുത്തു പോലെയാ. അങ്ങനെ തെണ്ടി നടന്ന് സ്ഥാനം കിട്ടാവുന്ന ഇപ്പോൾ കൊടുത്താണ് പലസ്തീൻ. ആ പലസ്തീനിൽ നിന്ന് നിൽക്കാൻ പാടില്ല. ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്താണ്? പലസ്തീൻകാരിൽ അവിടുന്ന് വിട്ടുകൊടുക്കുന്നു. ഇവിടെ നമ്മൾ കേരളീയർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എത്രയോ കേരളീയർ എടുത്തു നോക്കാം. കേരളീയർ നമ്മുടെ നാട് നിങ്ങൾ വോട്ട് അങ്ങോട്ട് പോയിക്കോളാം, ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ലോജിക്ക്, എന്താണ് ന്യായം? ഗസയിൽ ജനിച്ചു വളർന്ന പൂർവികരായ പലസ്തീൻകാരോട് പറയാണ് നിങ്ങൾ ഗസ വിട്ടുപോകണമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇപ്പോൾ അമേരിക്ക പറയുന്നു നിങ്ങൾ വിട്ടുപോകണം, ഞങ്ങൾ ഏൽക്കണം. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകണം? എന്താണ് ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ? അതെന്ത് നീതിയാണ്? അതെന്ത് ന്യായമാണ്? അതെന്ത് സത്യമാണ്? അതൊന്ന് മര്യാദയാണ്. അപ്പോൾ മര്യാദകേടും അനീതിയൊക്കെ ആര് പറഞ്ഞാലും മര്യാദകേട് തന്നെയാണ്. എ ഓർ ബി, അത് ഇസ്രായേൽ പറഞ്ഞാൽ ഇറാൻ പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഇപ്പം ഇറാനൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കായിരുന്നു, ഞങ്ങൾ പറഞ്ഞതാണ് ഇറാനെ ഈ ഇസ്രായേലിന് ഭൂപടത്തിൽ ഉണ്ടാക്കൂല എന്ന് പണ്ട് അറബികൾ പറഞ്ഞിരുന്നു. അതൊന്നും പറയേണ്ട അർത്ഥമില്ല, അതിലും അർത്ഥമില്ല. വന്നുപോയി. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടി ഒരാൾക്ക് വഴി നടക്കാൻ കൊടുത്ത് 12 വർഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് അവകാശമായി എന്ന് പറഞ്ഞു. അതുപോലെ 10-40 തുടങ്ങിയാൽ ഇപ്പോൾ എത്ര വർഷം? 50, 77 വർഷം മുസ്ലിം ലീഗ് രൂപീകരിച്ചും ഇസ്രായേൽ ഒരു ഘട്ടം 1948. 77 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇസ്രായേൽ. ഇനി അവരോട് ഭൂപടത്തിൽ ഉണ്ടാവില്ല, അവരോട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ തികച്ചും അനീതി തന്നെയാണ്, തെമ്മാടിത്തം തന്നെയാണ്. അത് ഇറാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും. മറിച്ച് ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നതോ നിങ്ങൾക്ക് ജീവിക്കാനും അവകാശമില്ല, നിങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാൻ അവകാശമില്ല, അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ വലിയ തെറ്റല്ലേ? ഒരു തെറ്റും മറ്റു തെറ്റും ന്യായീകരിക്കുകയല്ല പറയുന്നത്, ന്യായീകരിക്കാനാണോ പറയുന്നത്? അല്ല, നീതി നടപ്പിലാക്കണം. അതാണ് ഇല്ലാത്തത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്വതന്ത്രമായ രാജ്യം, ആ രാജ്യത്തിന് ബോംബുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ അമേരിക്കയ്ക്ക് എന്ത് അവകാശം? അതായത് അണു നിർമ്മാർജ്ജന സംഘടന ഒരു വലിയ സംഘടനയുണ്ട് ലോകത്ത്. ആ സംഘടനക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ചോദിക്കാനും ചോദ്യം ചെയ്യാനൊക്കെ അവകാശമുണ്ട്. ഒരു രാജ്യത്തിന് ഇപ്പോൾ ഇറാൻ എന്നൊരു പരമാധികാര രാജ്യമാണ്. അവിടെ മുല്ല ഭരിച്ചാൽ ആര് ഭരിച്ചാൽ ഒരു പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. അമേരിക്ക പോലെ തന്നെ. അമേരിക്ക പറയണം നിങ്ങൾ ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല, ഞങ്ങളുണ്ടാക്കും. 10,000-10,000 ബോംബ് ഉണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് പറയാണ് നിങ്ങൾ ഉണ്ടാക്കരുത്, ഇനി ഒരു രാജ്യം ഉണ്ടാക്കരുത്. അതെന്ത് നിയമമാണ് സാർ? അതെന്ത് ന്യായമാണ്? ഞാൻ ലോകത്തോട് ചോദിക്കുകയാണ്, അതെന്ത് ന്യായമാണ്? ഇസ്രായേലും പറഞ്ഞത് തന്നെയാണ്, ഞങ്ങൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കാം. പിന്നെ ഒരു മന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളിത് ബോംബ് ഉപയോഗിക്കേണ്ടി പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെ അതിനെ എതിർത്ത് അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് മന്ത്രി മിണ്ടിയില്ല. പിന്നെ മിണ്ടിയില്ല. അപ്പോൾ ബോംബിട്ട് ഉറപ്പാണ് 80ഓളം ബോംബുണ്ടെന്നാണ്, ഇതിൽ 100ഓളം ബോംബുണ്ട്.
അതേ സമയത്ത് ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു അപകടങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മാതൃരാജ്യം ഇന്ത്യയുടെ കാര്യം അത് സംശയമില്ല, അല്ല ഒരു സംശയക്കാത്തില്ല. പാകിസ്ഥാനിൽ തേനും പാലും ഒഴികൽ നമുക്കും മെച്ചമൊന്നുമില്ല. നമുക്ക് പട്ടിയം താഴ്ച നമ്മുടെ രാജ്യം തന്നെ. പക്ഷേ പാകിസ്ഥാൻ ബോംബ് ഉണ്ടാക്കി അത് ഇസ്ലാം ബോംബായി. ഞാൻ നിഷ്പക്ഷപാതികൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. പാകിസ്ഥാന് ബോംബുണ്ടാക്കി അത് ഇസ്ലാമിക് ബോംബ്. ഇറാൻ ഉണ്ടാക്കിയാൽ അത്, മറ്റുണ്ടാക്കിയാൽ അത്, മറ്റുള്ള അതായത് അമേരിക്ക റഷ്യ ഒക്കെ ഉണ്ടാക്കിയാൽ ക്രിസ്ത്യൻ ബോംബെന്ന് ആരും പറയാറില്ല. ഇസ്രായേൽ ഉണ്ടാക്കിയാൽ യഹൂദ ബോംബെന്ന് പറയാറില്ല, അത് യഹൂദ ബോംബ്. ഇനി എന്തെങ്കിലും കാരണം ഒരു വർഗീയമായ ഒരു സംഭവം വന്നാൽ അമേരിക്ക അത് അമേരിക്ക എന്ന് പറയുള്ളൂ, അല്ല ക്രിസ്ത്യാനി എന്ന് പറയില്ല. അവരും ക്രിസ്ത്യാനിയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ ഇരട്ടത്താപ്പ് എല്ലാവർക്കും അത് നല്ല രീതിയിലാണ് ഇരട്ടത്താപ്പ്. നീതി എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കണം. ആ രീതിയിലാണ് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ലോകം ഒരു സമാധാനത്തിൻ്റെ അല്ല അസമാധാനത്തിൻ്റെ വക്കത്താണ്. എന്തെല്ലാം സംഭവിക്കും എന്നൊക്കെ കണ്ട് ഇരിക്കണം. ഇപ്പോൾ എല്ലാ സന്നാഹവും അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട്, ചില പക്ഷെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യം ഉറപ്പായി, വീം വെളുക്കിക്കൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ മുമ്പിൽ ഒരു സ്കഡെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ്റെ വിജയം തന്നെയാണ്. അതിന് പകരം ഇറാന് വലിയ വില കൊടുക്കേണ്ടി വരും. അമേരിക്ക ഇപ്പോൾ ഉച്ചകോടി രാജ്യങ്ങളെല്ലാം വരാണ് ആ പക്ഷം. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തും പക്ഷങ്ങൾ വരും. പക്ഷെ അവർ എന്തുമാത്രം ആത്മാർത്ഥം വരുമെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് എന്തെങ്കിലും പറഞ്ഞ പോലെ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ലോകത്ത് അസമാധാനത്തിൻ്റെ വിത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം വിത്ത് പാകമല്ല, അത് വളർന്നു പോയി വരാതിരിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആരെല്ലാം എന്തൊക്കെ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ചും നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം പ്രശ്നങ്ങളാണ്. എണ്ണ ഏറ്റവും വലിയ നമ്മൾ ആഭ്യന്തര എണ്ണ ഉപയോഗത്തിൻ്റെ 90% ഇറക്കുമതിയാണ്. ഉള്ള പണം മുഴുവൻ അങ്ങോട്ട് വിദേശത്ത് പോകാണ് എണ്ണ ഇറക്കുമതി ചെയ്ത്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കി മറ്റേ കൊച്ചി ഹൈയിൽ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞ്, വേറെ ആന്ധ്രയിൽ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞ്, ആന്ധ്രാപ്രദേശത്ത് അതൊന്നും പിന്നെ റിലയൻസ് കമ്പനിക്ക് വേണ്ടി കോടാനുകോടി രൂപ ലാഭിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ വിട്ടുകൊടുത്ത് ഇപ്പോൾ സർക്കാർ വിട്ടുകൊടുക്കുന്നു. അതൊന്നും ജനനന്മയല്ല, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും ഇത് ഒരു സങ്കീർണമായ നിലയിലേക്ക് പോകണം. ഇനി അവസാനമായിട്ട് നിലമ്പൂർ ഇലക്ഷൻ ഇന്ന് പ്രചരണം 5 മണിക്ക് അവസാനം. അതിൽ 2 മുന്നണികളും ഘോരം സമാപനം നടത്തിയതാണ് അറിവ്. അൻവർ പിന്നെ അതിൽ ഒഴിവായി എന്ന് പറഞ്ഞു. എൻ്റെ ചെറുപ്പം, നൗ ഐ എം 77, എൻ്റെ ചെറുപ്പത്തിൽ ഒരു 50 വർഷം മുമ്പൊക്കെ ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പെരുമ്പാവൂർ ആലുവ ഏകലല്ല, ആ സമാപന സമ്മേളനത്തിൽ ലാസ്റ്റ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ആദ്യം പുറപ്പെട്ടവർ ഈ യോഗസ്ഥലത്തിയാലും പുറകിൽ ആൾക്കാർ എത്തൂല, അത്ര കൊണ്ട് ആൾക്കാരാണ്. എന്നാൽ വോട്ട് ചെയ്യാവുന്ന പരമാവധി ആൾക്കാരും വരും. അന്ന് കൊടി കയറ്റി കോലുമ്പോൾ വെച്ച് മരത്തെ മുകളിൽ കയറ്റി അവസാനം താഴെ വീണ് മരിച്ചാൻ പോക്കുണ്ട്. അതൊക്കെ കുറഞ്ഞില്ലേ? പണ്ട് CIT-കാർ മുഷ്ടി ചുരുട്ടി എന്തൊരു, ഇപ്പോൾ മുഷ്ടി ചുരുത്തുണ്ടോ? അവരും മനസ്സിലാക്കി ഇതൊന്നും വലിയ കാര്യമില്ല, തട്ടിപ്പന്നെയാണെന്ന്. അപ്പോൾ ആ നിലക്ക് അൻവർ ആ എടുത്ത തീരുമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വേറൊരു കാര്യമാണ്, ഈ കൊടി കൂട്ടിയൊക്കെ ആളെ ഉണ്ടാക്കി കൊന്നു മത്സരം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, CPIM എന്ന് പറയുന്ന പാർട്ടി എല്ലാ പാർട്ടിയാണ്. അത് എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ലോബി ബന്ധുമിത്രാദികൾ ഒരു 10-30 പേരെങ്കിലും ബന്ധുമിത്രാദികളാണ് തലപ്പത്തിരിക്കുന്ന എല്ലാവരും. പേര് ഓരോരുത്തരും പറയാൻ പറ്റില്ല. 10-30 പേരട്ടെ ബന്ധുക്കളും കുടുംബക്കാരാണ്. അത് ഉയർന്ന ജാതിക്കാരുമാണ്. ഇവിടെ ഞങ്ങൾ അന്ന് പറഞ്ഞു, ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കോട്ടയത്ത് യോഗത്തിൽ പ്രസംഗിച്ച് അന്ന് കണ്ണൂർ ഒരു SFI നേതാവ് കുത്തിക്കൊന്നിരിക്കുന്നത് നോക്കിയപ്പോൾ അത് ഈഴവനാണ്. ഈഴവൻ മുതൽ താഴോട്ടല്ലാതെ ഈഴവൻ മുതൽ മുകളിലേക്ക് ഏതെങ്കിലും ഒരു പിന്നെ ചെറുപ്പക്കാരനെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ കേസ് എടുക്കുകയോ വല്ലതും ഉണ്ടോ? അവരുടെ പേരിൽ ഒരു കേസില്ല. കേസുള്ളപ്പോൾ തല്ലുകൊള്ളുമ്പോൾ ഈ താഴെയുള്ള, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വയനാടൻ തമ്പ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൂരുണ്ട് 10 ആൾക്ക് മതി, ദളിത് യുവാവാണ്. അവനെ BJPയുടെ പേരും പറഞ്ഞിട്ട് SFIക്കാർ കൊന്നു. കണ്ണൂർ RSകാർ കൊന്നു SFIയുടെ SFI ആണെന്ന് പറഞ്ഞിട്ട്, അതും ദളിത്. ഈ മരിക്കുന്നാലും ദളിതുകളാണ്. മുദ്രാവാക്യം ദളിതാണ്. മഹാരാജാവിൽ മരിച്ചു ആരാണ്? ദളിതാണ്. ഈ ദളിതനെയും വലിയ പിന്നോക്ക ജാതിയെയും നിങ്ങൾ കൊലക്ക് കൊടുത്ത് രക്തസാക്ഷി ഉണ്ടാക്കി. ഇപ്പം കണ്ണൂർ ജില്ലയിൽ പോയി എത്ര 100-150 രക്തസാക്ഷി ഉണ്ടെങ്കിലുണ്ട്.
അവരാരും ഒരു മന്ത്രി അല്ലെ MLA ഒന്നുമില്ല, അതൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത്, ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളും മാന്യമായിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകണം. അല്ല 9% 12 മന്ത്രിയും 40% 1.5 മന്ത്രിയായിട്ട് കൊടുത്തുള്ള ആ ഒരു രീതി വേണ്ട. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്. പക്ഷെ അതിലൊരു പോയിന്റ് ഞാൻ പ്രത്യേകം പറയാം, ഞങ്ങൾ പറയാം. അതിലിപ്പോൾ ജനങ്ങൾ മുഴുവൻ പേരും നല്ലൊരു ശതമാനം ആ പാർട്ടിക്ക് അനുഭാവികളില്ലെങ്കിൽ അവിടെ ജനസംഖ്യ മാത്രം നോക്കിയിട്ടല്ല, ജനസംഖ്യ നോക്കുന്നത് ഒപ്പം തന്നെ പാർട്ടികളുടെ പ്രവർത്തകരെ എണ്ണം കൂടി കാണും. അത് രണ്ടും കൂടി താരതമ്യപ്പെടുത്തി വേണം ഇത് ചെയ്യാൻ. ഇതേതുപോലെ ഒരു സംസ്ഥാന വിഭജനം നടക്കുമ്പോഴേ അല്ലെങ്കിൽ പാർലമെൻറ്റ് മണ്ഡലം നിശ്ചയിക്കുമ്പോൾ ഒരു പോയിന്റ് വേണമെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. എന്താണ്? ജനസംഖ്യക്ക് ആനുപാതികമായിട്ടും വിസ്തീർണം കിടക്കണം. ഇപ്പോൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഒരു മണ്ഡലം വളരെ ചെറുത്, അത് ഇടുക്കി പോലെ മണ്ഡലം എത്രയോ വിശാലമാണ്. അപ്പം അത് വേണ്ട. ഏതാണ്ട് സ്ഥലവിസ്തീർണവും ജനസംഖ്യയോട് താരതമ്യം ചെയ്യണം. തുല്യമായിട്ട് വരില്ല, ഒരു ഈക്വലൈസേഷൻ, ഒരു താരതമ്യം നടത്തണം. അങ്ങനെ വേണം പാർലമെൻറ്റ് മണ്ഡലം നിശ്ചയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.